നമ്മുടെ ചേമ്പ് കറി ഞാൻ ഇച്ചിരി കഴിക്കാൻ പോവുകയാണേ. നമുക്കിത് ചോറിൻ്റെ കൂടെ കറിയായിട്ടാണെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല രുചിയാണ്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം എന്തോന്നറിയാം. ഇത് കുക്കറിൽ ഈ പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ ചേമ്പ് വേവിച്ചെടുത്തിരിക്കുന്നത് കുക്കറിലാണേ. ഞാൻ ഒരു വിസിൽ കുക്കറിൽ ഇട്ട് ഒരു വിസിലടിച്ച് അപ്പോഴത്തേക്കും ചേമ്പ് വെന്ത് കിട്ടി കേട്ടോ. അപ്പം ചേമ്പിനെ വെന്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് അധികം ഈ വെന്ത വെള്ളം അധികം എടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ചേമ്പിന് വേണ്ടിയുള്ള ഒരു അരപ്പ് റെഡിയാകാം കേട്ടോ. അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഉണക്കമുളകാണേ. ഉണക്ക കാന്താരി എടുത്തിട്ടുണ്ട്. കുരുമുളകാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. കുരുമുളകാണ് അതിന് എരിവ് കൊടുക്കുന്നത്. ഇനി ജീരകമുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഒരു വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഒരുപാട് വെളുത്തുള്ളിയൊന്നും വേണ്ട, കുറച്ച് ചേമ്പല്ലേ ഉള്ളൂ. ഇനി എടുത്തിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഞാൻ എപ്പോഴും സാധാരണ ഉപയോഗിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഹോൾ എന്ന് പറയുന്ന അല്ല, നമ്മളൊരു ചീനച്ചട്ടി തീയെ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ജീരകം കൂടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഉള്ളി മൂക്കട്ടെ. അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അരപ്പ് ഇവിടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അരയണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അരപ്പിലേക്ക് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മിക്സി കഴുകിയ വെള്ളവും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മിക്സി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ച് കഴിയും. ഇത് അരപ്പ് ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പിട്ട് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ചേമ്പിനെ ഒന്നും കൂടെ ഇഷ്ടമുള്ളവർക്ക് ഈ ചേമ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മുറിക്കാൻ പോയില്ല. വേണമെങ്കിൽ ഒന്നും കൂടെ മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി ചെറുതായിട്ടിരിക്കും. ചേമ്പ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് കേട്ടോ. എന്നാലും ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ചാറിന് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രോസൺ ചേമ്പിൻ്റെ വിത്ത് മേടിക്കാൻ കിട്ടുമല്ലോ, അത് വച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെയാണെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കറിയായിട്ടാണെങ്കിലും കഴിക്കാം. വളരെ നല്ലൊരു രുചിയിലാണ് കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നല്ല രുചിയാണ്. ഇപ്പോൾ കൂടുതൽ കുരുമുളക് അരയ്ക്കുന്നതായിരിക്കും എപ്പോഴും. എനിക്കങ്ങനെ അരയ്ക്കുന്ന കേട്ടോ ഇഷ്ടം. പച്ചമുളക് അരച്ചിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല കേട്ടോ. നിങ്ങളത് ശ്രമിച്ച് നോക്കണം കേട്ടോ. നല്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. താങ്ക് യു വെരി മച്ച്. ബൈ.